ഓം ശ്രീ ആഞ്ജനേയായ നമ. MSP4 ആസ്ട്രോ റിസർച്ചിന്റെ വാരഫല വീഡിയോയിലേക്ക് ഏവർക്കും ഹാർദവമായ സ്വാഗതം. ഞാൻ വിനീത് മംഗലത്ത്. ഈ ഒരു വീഡിയോയിൽ വരുന്ന ഞായറാഴ്ച മുതൽ അടുത്ത ശനിയാഴ്ച വരെയുള്ള ഒരു ആഴ്ചയിലെ ഫലമാണ്, 27 നക്ഷത്രക്കാരുടെ ഫലമാണ് ഈ ഒരു വീഡിയോയിൽ ഞാൻ പ്രതിപാദിക്കുന്നത്. അതായത് 2026 ജനുവരി മാസം 18 തീയതി മുതൽ 24 വരെയുള്ള അത്രയും ദിവസത്തെ ഫലമാണ് ഞാൻ പറയുന്നത്. എന്റെ ആസ്ട്രോളജി ചാനൽ MSP4 ആസ്ട്രോ റിസർച്ച് നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ വലിയൊരു അഭിപ്രായം കൂടി കമന്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക. ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ, ജീവിത പ്രശ്നങ്ങൾക്ക് കവടി പ്രശ്നത്തിലൂടെ പരിഹാരത്തിന് താല്പര്യമുള്ളവർക്ക് നേരിട്ട് എന്റെ വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയച്ച് ബുക്ക് ചെയ്യാവുന്നതാണ്. ഓൺലൈൻ കൺസൾട്ടേഷൻ സൗകര്യം ഉള്ളതാണ്. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. വാരഫല വീഡിയോയിൽ ഞാൻ ആദ്യമായിട്ട് പറയാൻ പോകുന്നത് മേടക്കൂറിൽ വരുന്ന നക്ഷത്രക്കാരുടെ അടുത്ത ഒരാഴ്ചത്തെ ഫലമാണ്. മേടക്കൂറിൽ വരുന്ന നക്ഷത്രക്കാരായ അശ്വതി, ഭരണി, കാർത്തികയുടെ ആദ്യ കാൽഭാഗം. മേടക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് 10ാം ഭാവത്തില്, അതായത് മകരക്കൂറില് ബുധ ആദിത്യ യോഗം ഉള്ളത് കൊണ്ട് തന്നെ ഔദ്യോഗികപരമായിട്ടുള്ള തടസ്സങ്ങളെല്ലാം മാറി നിൽക്കുന്ന നല്ല ഒരു വാരമാണ് വരാൻ പോകുന്നത്. ജോലി അന്വേഷിക്കുന്നവർക്ക് വളരെ അനുകൂലമായിട്ടുള്ള ഒരു വാരം. ജോലി സംബന്ധമായിട്ടുള്ള തടസ്സങ്ങളെല്ലാം പൂർണ്ണമായിട്ടും മാറി നിൽക്കുന്നതാണ്. അങ്ങനെ പെൻഡിങ് ആയിട്ടുള്ള വർക്ക് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം ചെയ്ത് തീർക്കാനുള്ള ആ ഒരു ദൈവാധീനം നിറഞ്ഞു നിൽക്കുന്ന നല്ല ഒരു വാരമാണ് മേടക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് വരാൻ പോകുന്നത്. ജോലി സംബന്ധമായിട്ടുള്ള സ്ട്രെസ് കാര്യങ്ങളെല്ലാം കുറഞ്ഞു നിൽക്കുന്നതാണ്. ഔദ്യോഗികപരമായിട്ട് നല്ല രീതിയിലുള്ള വർക്ക് ഔട്ട്പുട്ട്, നല്ല രീതിയിലുള്ള വർക്ക് പെർഫോമൻസ് ലെവൽ കാഴ്ചവെക്കാൻ സഹായകരമാകുന്ന നല്ല ദൈവാധീനമുള്ളൊരു വാരമാണ് മേടക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് വരാൻ പോകുന്നത്. അതുപോലെ തന്നെ ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് ഉചിതമായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കാൻ പറ്റിയ നല്ലൊരു വാരം. പ്രത്യേകിച്ച് ബിസിനസ് സംബന്ധമായിട്ടുള്ള ബിസിനസ് എക്സ്പാൻഷൻ, അതുപോലെ പുതിയതായിട്ട് ബിസിനസ് തുടങ്ങാൻ പ്ലാൻ ചെയ്യുന്നവർക്ക് വളരെ അനുകൂലമായിട്ടുള്ള ഒരു വാരമാണ് വരാൻ പോകുന്നത്. ഫിനാൻഷ്യൽ ഇൻവെസ്റ്റ്മെന്റ്സിനും നല്ല ദൈവാധീനമുള്ള ഒരു വാരമാകും. ശത്രുപരമായിട്ടുള്ള തടസ്സങ്ങൾ മാറി നിൽക്കുന്ന നല്ലൊരു വാരം. അതുപോലെ തന്നെ വിവാഹം ആലോചിക്കുന്നവർക്ക് നല്ല ദൈവാധീനം, നല്ല രീതിയിലുള്ള ബന്ധം വന്നു ചേരാനുള്ള ദൈവാധീനം ഉണ്ടാവും. വിദ്യാർത്ഥികൾക്ക് നല്ല ദൈവാധീനത്തോടു കൂടി പഠന മികവോടുകൂടി പഠിച്ച് മുൻപോട്ട് മുന്നേറാൻ സഹായകരമാകുന്ന നല്ലൊരു വാരമാണ്. പ്രത്യേകിച്ച് സരസ്വതി ദേവിയുടെ അനുഗ്രഹം, ഹനുമാൻ സ്വാമിയുടെ അനുഗ്രഹം നിറഞ്ഞു നിൽക്കുന്ന നല്ല ഒരു വാരമാണ് വരാൻ പോകുന്നത്. വാഹനം എടുക്കാൻ പ്ലാൻ ചെയ്യുന്നവർക്കും അതുപോലെ തന്നെ വീട് പണിയുമായി ബന്ധപ്പെട്ടും ഉചിതമായ തീരുമാനങ്ങൾ എടുക്കാൻ പറ്റിയ നല്ലൊരു വാരം. കുടുംബത്ത് ശാന്തിയും സമാധാനവും ഐശ്വര്യം നിലനിൽക്കുന്നതാണ്. മേടക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് പൊതുവെ നല്ല ഒരു വാരമാണ് വരാൻ പോകുന്നത്. അടുത്തത് ഇടവക്കൂറിൽ വരുന്ന നക്ഷത്രക്കാരുടെ അടുത്ത ഒരാഴ്ചത്തെ ഫലം നമുക്ക് നോക്കാം. ഇടവക്കൂറിൽ വരുന്ന നക്ഷത്രക്കാരായ കാർത്തിക മുക്കാൽ ഭാഗം, രോഹിണി, മകയിരം പകുതി. ഇടവക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് ആരോഗ്യപരമായിട്ടുള്ള ചെറിയ ക്ലേശങ്ങൾ ഉടലെടുക്കാനുള്ള സാധ്യത ഈ ഒരു വാരം കാണിക്കുന്നുണ്ട്. കൂടുതലായിട്ടുള്ള ജോബ് ഓറിയന്റഡ് അങ്ങനെയുള്ള സ്ട്രെസ്, അങ്ങനെ ഉള്ള കൂടുതലായിട്ടുള്ള ടെൻഷൻസ് കൂടി നിൽക്കാൻ സാധ്യത. അതുമായി ബന്ധപ്പെട്ട് നയന സംബന്ധമായിട്ടുള്ള ക്ലേശം, തലയ്ക്കുണ്ടാകുന്ന അസ്വസ്ഥത, തലവേദന, ഇങ്ങനെയുള്ള ആരോഗ്യ ക്ലേശങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത ഈ ഒരു വാരം ഇടവക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് കാണിക്കുന്നതാണ്. ഔദ്യോഗികപരമായി ശരിക്കും അനുകൂലമായിട്ടുള്ള സ്ഥാനം തന്നെയാണ്. ഓവറായിട്ടുള്ള അൺനെസസറി ആയിട്ടുള്ള ടെൻഷൻസ് കൂടി നിൽക്കാനുള്ള സാധ്യത ഒഴിച്ചാൽ ബാക്കി കാര്യങ്ങളെല്ലാം ഇടവക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് അനുകൂലമാണ്. ജോലി അന്വേഷിക്കുന്നവർക്ക് വളരെ അനുകൂലമായിട്ടുള്ള ഒരു വാരമാണ് വരാൻ പോകുന്നത്. കുടുംബത്ത് ശാന്തിയും സമാധാനവും ഐശ്വര്യം നിലനിൽക്കുന്ന നല്ല ഒരു വാരമാണ്. ശത്രുപരമായിട്ടുള്ള തടസ്സങ്ങൾ പൂർണ്ണമായിട്ടും മാറി നിൽക്കുന്ന നല്ല ദൈവാധീനമുള്ളൊരു വാരമാകും ഇടവക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക്. നല്ല ദൈവാധീനമുള്ള വാരം. അതുപോലെ കൺസ്ട്രക്ഷൻ സെക്ടറുകളിൽ വർക്ക് ചെയ്യുന്നവർക്കും അതുപോലെ ബിസിനസ് സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിൽ ഉചിതമായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കാനും ഫിനാൻഷ്യൽ ഇൻവെസ്റ്റ്മെന്റ്സിനും പുതിയതായിട്ട് ബിസിനസ് തുടങ്ങാൻ പ്ലാൻ ചെയ്യുന്നവർക്കും നല്ല ദൈവാധീനമുള്ള വാരമായിട്ടാണ് ഇടവക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് കാണിക്കുന്നത്. ശത്രു തടസ്സങ്ങൾ പൂർണ്ണമായിട്ടും മാറി നിൽക്കുന്നതാണ്. വീട് പണിയുമായി ബന്ധപ്പെട്ട് ഉചിതമായ തീരുമാനങ്ങൾ എടുക്കാൻ പറ്റിയ നല്ല ഒരു വാരമാണ്. വാഹനം എടുക്കാൻ പ്ലാൻ ചെയ്യുന്നവർക്കും അനുകൂലമായിട്ടുള്ള ഒരു സ്ഥാനമാകും അടുത്ത ഒരു വാരം. നല്ല രീതിയിലുള്ള ദൈവാധീനം, അതുപോലെ വിഘ്നേശ്വര ഭഗവാന്റെ അനുഗ്രഹം കൂടി നിറഞ്ഞു നിൽക്കുന്നത് കൊണ്ട് തന്നെ തടസ്സങ്ങളെല്ലാം പൂർണ്ണമായിട്ടും മാറി നിൽക്കുന്നതാണ്. സാമ്പത്തിക ക്രയവിക്രയങ്ങളിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കണം. ധനപരമായിട്ട് പണം കടം കൊടുക്കുന്ന പ്രത്യേകം നിയന്ത്രിക്കുക. അങ്ങനെയുള്ള ധനനഷ്ടങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത, പണം കടം കൊടുക്കുന്നത് വഴി ചിലപ്പോൾ അങ്ങനെയുള്ള സാധ്യതകൾ ഉണ്ടായേക്കാം. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ ഇടവക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് 9ാം ഭാവത്തില് ബുധാദിത്യ യോഗം, അങ്ങനെയുള്ള ഒരു യോഗ സാധ്യത, ആ ഒരു ഭാഗ്യം ഉള്ളത് കൊണ്ട് തന്നെ ഭാഗ്യപരമായിട്ടുള്ള നല്ല ഒരു വാരമാണ്. ഭാഗ്യപരമായ നല്ല ഉയർച്ചയുള്ള ഒരു വാരമായിട്ടാണ് ഇടവക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് കാണിക്കുന്നത്. അടുത്തത് മിഥുന കൂറിൽ വരുന്ന നക്ഷത്രക്കാരുടെ അടുത്ത ഒരാഴ്ചത്തെ ഫലം നമുക്ക് നോക്കാം. മിഥുനക്കൂറിൽ വരുന്ന നക്ഷത്രക്കാരായ
മകയിരം പകുതി, തിരുവാതിര, പുണർദം മുക്കാൽ ഭാഗം. മിഥുന കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് ഔദ്യോഗികപരമായിട്ടുള്ള ചെറിയ തടസ്സം നേരിടാനുള്ള സാധ്യത ഈ ഒരു വാരം കാണിക്കുന്നതാണ്. ജോലി സംബന്ധമായിട്ടുള്ള കൂടുതൽ ടെൻഷൻസ് കൂടി നിൽക്കാനുള്ള സാധ്യത, കൂടുതലായിട്ട് ഹാർഡ് വർക്ക് ചെയ്യേണ്ട ഒരു അവസ്ഥ, അങ്ങനെ ഉള്ള ജോബ് റിലേറ്റഡ് ടെൻഷൻസ് കൂടി നിൽക്കാനുള്ള സാധ്യതകൾ, അതുപോലെ തന്നെ ജോലി അന്വേഷിക്കുന്നവർക്ക് അത് ലഭിക്കാനുള്ള ഒരു ബുദ്ധിമുട്ട് ഈ ഒരു വാരം, അങ്ങനെയുള്ള ഒരു ദൈവാധീന കുറവ് മിഥുനക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് ഈ ഒരു വാരം കുറച്ച് ദൈവാധീനം കുറഞ്ഞു നിൽക്കുന്ന ഒരു വാരമായിട്ടാണ് കാണിക്കുന്നത്. അതുകൊണ്ട് തന്നെ വിഘ്നേശ്വര പ്രീതി നേടി മുൻപോട്ട് പോവുക. കുടുംബ ദേവിയെ നിത്യവും പ്രാർത്ഥിക്കുക. സന്ധ്യാവേളകളിൽ കുടുംബ ദേവിയെ നല്ല രീതിയിൽ പ്രാർത്ഥിക്കുക. പറ്റുമെങ്കിൽ കുടുംബദേവി ക്ഷേത്ര ദർശനം നടത്തുന്നതും കുടുംബക്ഷേത്ര ദർശനം നടത്തുന്നതും വളരെ ഉത്തമമായിരിക്കും. ശത്രുപരമായിട്ടുള്ള തടസ്സങ്ങൾ പൂർണ്ണമായിട്ടും മാറി നിൽക്കുന്നതാണ്. ആരോഗ്യപരമായി വളരെ തൃപ്തികരമായിട്ടുള്ള ഒരു വാരമാകും മിഥുനക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക്. വീട് പണിയുമായി ബന്ധപ്പെട്ട് ചെറിയ അങ്ങനെയുള്ള കൺഫ്യൂഷൻസ്, ടെൻഷൻസ് കൂടി നിൽക്കാനുള്ള സാധ്യതകൾ ഉണ്ടാവും. വാഹനം എടുക്കാൻ പ്ലാൻ ചെയ്യുന്നവർക്ക് അനുകൂലമായിട്ടുള്ള ഒരു വാരമാകും. വിദ്യാർത്ഥികൾക്ക് നല്ല ദൈവാധീനം ഉണ്ടാവും, പ്രത്യേകിച്ച് ഹയർ സ്റ്റഡീസിന് പുറത്ത് പോകാൻ പ്ലാൻ ചെയ്യുന്ന വിദ്യാർത്ഥികൾക്കാണെങ്കിലും, അതുപോലെ തന്നെ കോമ്പറ്റേറ്റീവ് എക്സാംസ് റിലേറ്റഡ് കാര്യങ്ങൾ, അങ്ങനെയുള്ള കോമ്പറ്റേറ്റീവ് എക്സാംസിന് പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികൾക്കാണെങ്കിലും നല്ല ദൈവാധീനമുള്ള ഒരു വാരമായിട്ടാണ് മിഥുന കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് പൊതുവെ കാണിക്കുന്നത്. വിവാഹം ആലോചിക്കുന്നവർക്ക് അനുകൂലമായിട്ടുള്ള ഒരു വാരമാകും. നല്ല രീതിയിലുള്ള ബന്ധം വന്നു ചേരാനുള്ള ഭാഗ്യം, അങ്ങനെയുള്ള ദൈവാധീനം നിലനിൽക്കുന്ന നല്ല ഒരു വാരമായിട്ടാണ് മിഥുനക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് കാണിക്കുന്നത്. സാമ്പത്തിക ക്രയവിക്രയങ്ങളിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. അതുപോലെ തന്നെ പാഴ്ചെലവുകൾ കൂടി നിൽക്കാനുള്ള സാധ്യതയും മിഥുനക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് പൊതുവെ കാണിക്കുന്നതാണ്. അടുത്തത് കർക്കിടക കൂറിൽ വരുന്ന നക്ഷത്രക്കാരുടെ അടുത്ത ഒരാഴ്ചത്തെ ഫലം നമുക്ക് നോക്കാം. കർക്കിടക കൂറിൽ വരുന്ന നക്ഷത്രക്കാരായ പുണർദം, കാൽഭാഗം, പൂയം, ആയില്യം നക്ഷത്രം. കർക്കിടക കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് ആരോഗ്യപരമായിട്ടുള്ള ചെറിയ ക്ലേശങ്ങൾ ഉടലെടുക്കാനുള്ള സാധ്യത ഈ ഒരു വാരം കാണിക്കുന്നുണ്ട്. അതായത് ഉദര സംബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ, കാൽമുട്ടിനുണ്ടാകുന്ന ചെറിയ അസ്വസ്ഥതകൾ, അങ്ങനെയുള്ള ചെറിയ ആരോഗ്യ ക്ലേശങ്ങൾ, അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ ഒഴിച്ചാൽ ബാക്കി കാര്യങ്ങളെല്ലാം കർക്കിടക കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് വളരെ അനുകൂലമായിരിക്കും. കാരണം ഹനുമാൻ സ്വാമിയുടെ പൂർണ്ണമായിട്ടുള്ള അനുഗ്രഹം നിറഞ്ഞു നിൽക്കുന്ന നല്ലൊരു വാരമാകും കർക്കിടക കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക്. ഞാൻ ഇതുമായി ബന്ധപ്പെട്ടൊരു വീഡിയോ ഞാൻ ആൾറെഡി ചെയ്തിട്ടുണ്ട്. അതായത് 2 കൂറുകാർക്ക് മിഥുന മാസത്തിൽ ഹനുമാൻ സ്വാമിയുടെ അനുഗ്രഹം നിറഞ്ഞു നിൽക്കുന്ന ഒരു മാസം ആകും എന്ന് ഞാനൊരു വീഡിയോ ഞാൻ ആൾറെഡി ചെയ്തിട്ടുണ്ട്. അപ്പൊ കർക്കിടക കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് ഔദ്യോഗികപരമായിട്ടുള്ള തടസ്സങ്ങൾ പൂർണ്ണമായിട്ടും മാറി നിൽക്കുന്നതാണ്. ജോലി അന്വേഷിക്കുന്നവർക്ക് വളരെ അനുകൂലമായിട്ടുള്ള ഒരു വാരമാകും വരാൻ പോകുന്നത്. നല്ല രീതിയിലുള്ള ദൈവാധീനം ഉള്ള ഒരു വാരമാണ്. അതുകൊണ്ട് തന്നെ ഹനുമാൻ ചാലിസ നിത്യവും ജപിക്കുക. ഹനുമാൻ സ്വാമി ക്ഷേത്ര ദർശനം നടത്തുന്നത്, വടമാല വഴിപാടായിട്ട് സമർപ്പിക്കുന്നതൊക്കെ വളരെ ഉത്തമമാണ്. ഹനുമാൻ ചാലിസ ദിവസവും ജപിക്കുന്നത് ശത്രു തടസ്സങ്ങൾ, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം മാറ്റി നിർത്താൻ സഹായകരമാകുന്നു. കർക്കിടക കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് നല്ല ദൈവാധീനമുള്ള ഒരു വാരമായിട്ടാണ് കാണിക്കുന്നത്. പ്രത്യേകിച്ച് ഫിനാൻഷ്യൽ ഇൻവെസ്റ്റ്മെന്റ്സ്, അങ്ങനെയുള്ള ബിസിനസ് റിലേറ്റഡ് എക്സ്പാൻഷൻ, പുതിയതായിട്ട് ബിസിനസ് തുടങ്ങാൻ പ്ലാൻ ചെയ്യുന്നവർക്കും നല്ല രീതിയിലുള്ള ദൈവാധീനം ഉണ്ടാകും. വിവാഹം ആലോചിക്കുന്നവർക്ക് ഉചിതമായ തീരുമാനങ്ങൾ എടുക്കാൻ പറ്റിയ നല്ലൊരു വാരമാകും കർക്കിടക കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക്. കുടുംബത്ത് ശാന്തിയും സമാധാനവും ഐശ്വര്യം നിലനിൽക്കുന്ന നല്ലൊരു വാരമാകും. അതുപോലെ തന്നെ വാഹനം എടുക്കാൻ പ്ലാൻ ചെയ്യുന്നവർക്ക് വളരെ അനുകൂലമായിട്ടുള്ള ദൈവാധീനമുള്ള ഒരു വാരമായിട്ടാണ് കർക്കിടക കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് കാണിക്കുന്നത്. വിദ്യാർത്ഥികൾക്ക് നല്ല ദൈവാധീനത്തോടു കൂടി നല്ല രീതിയിൽ മുൻപോട്ട് നയിക്കാനുള്ള ഒരു ഭാഗ്യം ഉണ്ടാവുന്നതാണ്. പ്രത്യേകിച്ച് സരസ്വതി ദേവിയുടെ അനുഗ്രഹവും അതുപോലെ തന്നെ ഹനുമാൻ സ്വാമിയുടെ അനുഗ്രഹവും നിറഞ്ഞു നിൽക്കുന്ന നല്ലൊരു വാരമാകും. കോമ്പറ്റേറ്റീവ് എക്സാംസിന് പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികളാണെങ്കിലും, അതുപോലെ ഹയർ സ്റ്റഡീസിന് പുറത്തേക്ക് പോകാൻ പ്ലാൻ ചെയ്യുന്നവരും, അതുപോലെ വിസ സംബന്ധമായിട്ടുള്ള കാര്യങ്ങളൊക്കെ പ്രതീക്ഷിച്ചിരിക്കുന്നവർക്കൊക്കെ വളരെ ദൈവാധീനമുള്ള നല്ലൊരു വാരമാകും കർക്കിടക കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് കാണിക്കുന്നത്. അടുത്തതായി ചിങ്ങക്കൂറിൽ വരുന്ന നക്ഷത്രക്കാരുടെ അടുത്ത ഒരാഴ്ചത്തെ ഫലം നമുക്ക് നോക്കാം. ചിങ്ങക്കൂർ നക്ഷത്രക്കാരായ മകം, പൂരം, ഉത്രം, കാൽഭാഗം. ചിങ്ങക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് അടുത്ത ഒരു വാരം ആരോഗ്യപരമായിട്ടുള്ള ചെറിയ ക്ലേശങ്ങൾ ഉടലെടുക്കാനുള്ള സാധ്യതകൾ കാണിക്കുന്നുണ്ട്. കൂടുതലായിട്ടുള്ള അലച്ചിൽ, അങ്ങനെയുള്ള ഉദര സംബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ, തലയ്ക്ക് ഉണ്ടാകുന്ന അസ്വസ്ഥതകൾ, ടെൻഷൻസ്, തലവേദന, അതുപോലെ തന്നെ നടു സംബന്ധമായിട്ടുള്ള അസ്വസ്ഥതകൾ, അങ്ങനെയുള്ള ആരോഗ്യ ക്ലേശങ്ങൾ, അതുപോലെ പുറത്തു നിന്നുള്ള പരിചയമില്ലാത്ത ഭക്ഷണ നിമിത്തം അങ്ങനെയുള്ള ആരോഗ്യ ക്ലേശങ്ങൾ ഉടലെടുക്കാനുള്ള സാധ്യതകൾ ചിങ്ങക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക്, അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാനുള്ള സാധ്യതകൾ കാണിക്കുന്നുണ്ട്. ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്ന ചിങ്ങക്കൂർ നക്ഷത്രക്കാർക്ക് വളരെ അനുകൂലമായിട്ടുള്ള ഒരു വാരം ആണ് വരാൻ പോകുന്നത്. പ്രത്യേകിച്ച് പുതിയതായിട്ടുള്ള ബിസിനസ് സംബന്ധമായിട്ടുള്ള എക്സ്പാൻഷൻ, ബിസിനസ് പുതിയതായിട്ട് തുടങ്ങാൻ പ്ലാൻ ചെയ്യുന്നവർക്കും അങ്ങനെയുള്ള ഉചിതമായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കാൻ പറ്റിയ അനുകൂലമായിട്ടുള്ള ഒരു വാരമാണ്. വിദ്യാർത്ഥികൾക്ക് നല്ല ദൈവാധീനം ഉണ്ടാകും. നല്ല രീതിയിലുള്ള പഠന മികവോടുകൂടി
പ്രത്യേകിച്ച് കോമ്പറ്റേറ്റീവ് എക്സാംസിന് പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികൾക്കും അതുപോലെ തന്നെ വിദേശത്ത് ഹയർ സ്റ്റഡീസിന് പുറത്തേക്കൊക്കെ പോകാൻ പ്ലാൻ ചെയ്യുന്നവർക്കും അങ്ങനെ വിസ സംബന്ധമായിട്ടുള്ള കാര്യങ്ങളൊക്കെ പ്രതീക്ഷിച്ചിരിക്കുന്നവർക്കും വളരെ അനുകൂലമായിട്ടുള്ള ദൈവാധീനമുള്ള ഒരു വാരമാകും ചിങ്ങക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക്. വിവാഹം ആലോചിക്കുന്നവർക്ക് ചെറിയ തടസ്സം നേരിടാനുള്ള സാധ്യത ഈ ഒരു വാരം കാണിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഉമാമഹേശ്വര പ്രാർത്ഥന വളരെ അത്യാവശ്യമാണ്. പ്രത്യേകിച്ച് പാർവതി ദേവി ശിവഭഗവാനെ നല്ല രീതിയിൽ പ്രാർത്ഥിക്കുക, സ്വയംവര അർച്ചന വഴിപാടായിട്ട് നടത്തുന്നു. അങ്ങനെയുള്ള തടസ്സങ്ങളെല്ലാം മാറ്റിയെടുക്കാൻ സഹായകരമാകുന്നതാണ്. ശത്രുപരമായിട്ടുള്ള തടസ്സങ്ങളും ചിങ്ങക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് ഉണ്ടാകുന്നതാണ്. പ്രത്യേകിച്ച് സംസാര നിമിത്തം പുതിയ ശത്രുക്കൾ ഉണ്ടാകാനുള്ള സാധ്യതയും കാണിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഭദ്രകാളി ദേവിയെ നിത്യവും പ്രാർത്ഥിക്കുക. പ്രത്യേകിച്ച് ചൊവ്വ വെള്ളി ദിവസങ്ങളിൽ ഭദ്രകാളി ദേവിയെ ഭദ്രകാളി ഗായത്രി മന്ത്രം ജപിക്കുന്നത് വളരെ ഉത്തമമാണ്. ഓം രുദ്രസുധായ വിദ്മഹേ ശൂലഹസ്തായ ധീമഹി തന്നഹ കാളി പ്രചോദയാത്. ഈ മന്ത്രം ദിവസവും ജപിക്കുന്നത്, പ്രത്യേകിച്ച് ചൊവ്വ വെള്ളി ദിവസങ്ങളിൽ സന്ധ്യാസമയത്ത് വിളക്ക് തെളിയിച്ച് ജപിക്കുന്നത് വളരെ ഉത്തമമാണ്. കുടുംബത്ത് ചെറിയ തോതിലുള്ള അസ്വസ്ഥതകൾ, പ്രത്യേകിച്ച് ദമ്പതികൾക്കിടയിൽ അങ്ങനെയുള്ള സൗന്ദര്യ പിണക്കം, അത് നിമിത്തമുള്ള കലഹങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതകൾ, വാക്ക് തർക്കങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതകളും ചിങ്ങക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് കാണിക്കുന്നതാണ്. പ്രത്യേകം ശ്രദ്ധിക്കുക. സംസാരം ആ ഒരു മിതത്വ ഭാവത്തിൽ സംസാരിച്ച് മുൻപോട്ട് പോവുക. ശത്രുപരമായിട്ടുള്ള തടസ്സങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയും കാണിക്കുന്നുണ്ട്. സാമ്പത്തിക ക്രയവിക്രയങ്ങൾ കൂടി നല്ല രീതിയിൽ ശ്രദ്ധിക്കുക. ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് ഫിനാൻഷ്യൽ ഇൻവെസ്റ്റ്മെന്റ്സിന് വളരെ അനുകൂലമായിട്ടുള്ള ഒരു വാരമാകും. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞ വീട് പണിയുമായി ബന്ധപ്പെട്ടും വാഹനം എടുക്കാൻ പ്ലാൻ ചെയ്യുന്നവർക്കും നല്ല രീതിയിലുള്ള ദൈവാധീനമുള്ള ഒരു വാരമായിട്ടാണ് ചിങ്ങക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് കാണിക്കുന്നത്. അപ്പം അടുത്തത് കന്നിക്കൂറിൽ വരുന്ന നക്ഷത്രക്കാരുടെ അടുത്ത ഒരാഴ്ചത്തെ ഫലം നമുക്ക് നോക്കാം. കന്നിക്കൂറിൽ വരുന്ന നക്ഷത്രക്കാരായ ഉത്രം മുക്കാൽ ഭാഗം, അത്തം ചിത്തിര പകുതി. കന്നിക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് ഔദ്യോഗികപരമായിട്ട് വളരെ അനുകൂലമായിട്ടുള്ള ഒരു വാരമാണ്. പ്രത്യേകിച്ച് ജോലി സംബന്ധമായിട്ട് അങ്ങനെ പെൻഡിങ് ഉള്ള വർക്കുകളെല്ലാം ചെയ്ത് തീർക്കാനുള്ള നല്ല ദൈവാധീനമുള്ള ഒരു വാരമാകും കന്നിക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക്. ജോലി അന്വേഷിക്കുന്നവർക്ക് ചെറിയ തടസ്സം നേരിടാനുള്ള സാധ്യത ഈ ഒരു വാരം കാണിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വിഘ്നേശ്വര പ്രീതിയും കുടുംബദേവി പ്രീതി കൂടി നേടി മുൻപോട്ട് പോവുകയാണെങ്കിൽ അങ്ങനെയുള്ള തടസ്സങ്ങളെല്ലാം ഒരുവിധം മാറ്റിയെടുക്കാൻ സഹായകരമാവുന്നതാണ്. ശത്രുപരമായിട്ടുള്ള തടസ്സവും കന്നിക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് കാണിക്കുന്നതാണ്. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. പ്രത്യേകിച്ച് നിങ്ങളുടെ സംസാരം ഒരു മിതത്വ ഭാവത്തിൽ സംസാരിച്ച് തന്നെ സംസാരിക്കാൻ ശ്രമിക്കുക. അങ്ങനെ സംസാര നിമിത്തം ബന്ധുക്കൾക്കിടയിലും അതുപോലെ മിത്രങ്ങൾക്കിടയിലും അങ്ങനെയുള്ള ശത്രുക്കൾ ഉണ്ടാകാനുള്ള സാധ്യതകൾ കന്നിക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് അങ്ങനെയുള്ള സാധ്യത കാണിക്കുന്നുണ്ട്. പ്രത്യേകം ശ്രദ്ധിക്കുക. കുടുംബത്ത് ശാന്തിയും സമാധാനവും ഐശ്വര്യവും ഉണ്ടാകുന്ന നല്ലൊരു വാരമാണ്. പ്രത്യേകിച്ച് ദമ്പതികൾക്കിടയിൽ നല്ല രീതിയിലുള്ള ഒരു വാരമായിട്ടാണ് കാണിക്കുന്നത്. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് അനുകൂലമായിട്ടുള്ള വാരമാണ്. തടസ്സങ്ങളൊന്നും ഇല്ലാതെ നല്ല രീതിയിൽ, പ്രത്യേകിച്ച് കോമ്പറ്റേറ്റീവ് എക്സാംസിന് പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികളാണെങ്കിലും ഹയർ സ്റ്റഡീസിന് പുറത്തേക്ക് പോകാൻ പ്ലാൻ ചെയ്യുന്ന കുട്ടികളാണെങ്കിലും നല്ല രീതിയിലുള്ള ദൈവാധീനമുള്ള ഒരു വാരമായിട്ടാണ് കന്നിക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് കാണിക്കുന്നത്. വീട് പണിയുമായി ബന്ധപ്പെട്ട് ഉചിതമായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കാൻ പറ്റിയ നല്ലൊരു വാരം. അതുപോലെ തന്നെ വാഹനം എടുക്കാൻ പ്ലാൻ ചെയ്യുന്നവർക്കും നല്ല ദൈവാധീനമുള്ള ഒരു വാരമാകും കന്നിക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക്. ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് ഉചിതമായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കാൻ പറ്റിയ നല്ലൊരു വാരമാണ്. പ്രത്യേകിച്ച് ബിസിനസ് സംബന്ധമായിട്ടുള്ള എക്സ്പാൻഷൻ, പുതിയതായിട്ട് ബിസിനസ് തുടങ്ങാൻ പ്ലാൻ ചെയ്യുന്നവർക്കും അതുപോലെ ഫിനാൻഷ്യൽ ഇൻവെസ്റ്റ്മെന്റ്സിനും അനുകൂലമായിട്ടുള്ള ഒരു വാരമാകും കന്നിക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക്. അടുത്തത് തുലാക്കൂറിൽ വരുന്ന നക്ഷത്രക്കാരുടെ അടുത്ത ഒരാഴ്ചത്തെ ഫലം നമുക്ക് നോക്കാം. തുലാക്കൂറിൽ വരുന്ന നക്ഷത്രക്കാരായ ചിത്തിര പകുതി, ചോതി, വിശാഖം മുക്കാൽ ഭാഗം. തുലാക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് ആരോഗ്യപരമായി വളരെ ഹെൽത്ത് വൈസ് വളരെ അനുകൂലമായിട്ടുള്ള ഒരു വാരമായിട്ടാണ് വരാൻ പോകുന്നത്. തൃപ്തികരമായിട്ടുള്ള ഒരു വാരമാകും. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്കും വളരെ അനുകൂല സ്ഥാനത്താണ് കാണിക്കുന്നത്. നല്ല രീതിയിലുള്ള ദൈവാധീനം ഉണ്ടാവും തുലാക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക്. ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് ചെറിയ തടസ്സം നേരിടാനുള്ള സാധ്യത ഈ ഒരു വാരം കാണിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് പുതിയതായിട്ട് ബിസിനസ് തുടങ്ങാൻ പ്ലാൻ ചെയ്യുന്നവർക്ക് അങ്ങനെയുള്ള ഫിനാൻഷ്യൽ ഇൻവെസ്റ്റ്മെന്റ്സ് കാര്യങ്ങൾക്ക് പ്ലാനിംഗ് ഉള്ളവർ പ്രത്യേകം ശ്രദ്ധിക്കുക. പ്രോപ്പറായിട്ടുള്ള ഒരു ബഡ്ജറ്റിൽ മാത്രം നല്ല രീതിയിൽ മുൻപോട്ട് ഉള്ള തീരുമാനങ്ങൾ എടുക്കുക. അങ്ങനെയുള്ള തടസ്സം തുലാക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് കാണിക്കുന്നുണ്ട്. വിഘ്നേശ്വര പ്രീതി നേടി മുൻപോട്ട് പോവുക. അതുപോലെ തന്നെ ശിവപഞ്ചാക്ഷരം ജപിക്കുന്നതും ഹനുമാൻ ചാലിസ ജപിക്കുന്നതും വളരെ ഉത്തമമായിരിക്കും. ശത്രുപരമായിട്ടുള്ള തടസ്സങ്ങൾ നേരിടാനുള്ള സാധ്യത തുലാക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് കാണിക്കുന്നുണ്ട്. ശത്രു തടസ്സം ഒഴിവാക്കാൻ ഭദ്രകാളി ഗായത്രി മന്ത്രം ജപിക്കുന്നത് വളരെ ഉത്തമമായിരിക്കും. സാമ്പത്തിക ക്രയവിക്രയങ്ങളിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കണം. വിവാഹം ആലോചിക്കുന്നവർക്ക് അനുകൂലമായിട്ടുള്ള ഒരു വാരമായിട്ടാണ് കാണിക്കുന്നത്. വീട് പണിയുമായി ബന്ധപ്പെട്ട് ഉചിതമായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കാൻ പറ്റിയ നല്ലൊരു വാരമാകും. അതുപോലെ കുടുംബത്ത് ശാന്തിയും സമാധാനവും ഐശ്വര്യവും നിലനിൽക്കുന്ന നല്ലൊരു വാരമാകും. ഔദ്യോഗികപരമായി വളരെ അനുകൂലമായിട്ടുള്ള ഒരു വാരമാകും തുലാക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക്. ഔദ്യോഗികപരമായിട്ടുള്ള അങ്ങനെ പെൻഡിങ് ആയിട്ടുള്ള വർക്കുകൾ കാര്യങ്ങളെല്ലാം ചെയ്ത് തീർക്കാനുള്ള ആ ഒരു ഭാഗ്യം, അതുപോലെ തന്നെ മാർക്കറ്റിംഗ് സെക്ടേഴ്സിലൊക്കെ വർക്ക് ചെയ്യുന്ന തുലാക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് അവർ ഉദ്ദേശിച്ച രീതിയിലുള്ള ഓർഡേഴ്സ് ഔട്ട്പുട്ട് അങ്ങനെയുള്ള ഔട്ട്പുട്ട് ലെവൽ നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്ത്
മുൻപോട്ട് പോകാൻ സഹായകരമാകുന്ന നല്ലൊരു വാരമായിട്ടാണ് കാണിക്കുന്നത്. അടുത്തത് വൃശ്ചികക്കൂറിൽ വരുന്ന നക്ഷത്രക്കാരുടെ അടുത്ത ഒരാഴ്ചത്തെ ഫലം നമുക്ക് നോക്കാം. വൃശ്ചികക്കൂറിൽ വരുന്ന നക്ഷത്രക്കാരായ വിശാഖം, കാൽഭാഗം, അനിഴം, തൃക്കേട്ട നക്ഷത്രം. വൃശ്ചികക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് ശത്രുപരമായിട്ടുള്ള തടസ്സങ്ങൾ മാറി നിൽക്കുന്ന നല്ല ദൈവാധീനമുള്ള ഒരു വാരമായിട്ടാണ് കാണിക്കുന്നത്. ജോലി അന്വേഷിക്കുന്നവർക്ക് നല്ല ദൈവാധീനം ഉണ്ടാകും. അതുപോലെ തന്നെ ജോലി സംബന്ധമായി അങ്ങനെയുള്ള തടസ്സങ്ങളെല്ലാം മാറി നിൽക്കുന്ന നല്ലൊരു വാരമാകും വൃശ്ചികക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക്. കുടുംബദേവിയെ നല്ല രീതിയിൽ പ്രാർത്ഥിക്കുക. അതുപോലെ തന്നെ വിഘ്നേശ്വര പ്രീതി കൂടി നേടി മുൻപോട്ട് പോവുക. ശത്രു തടസ്സം മാറി നിൽക്കുന്ന നല്ലൊരു വാരമാകും. വാഹനം എടുക്കാൻ പ്ലാൻ ചെയ്യുന്നവർക്ക് ചെറിയ കൺഫ്യൂഷൻസ് ഉണ്ടാകാനുള്ള സാധ്യത ഈ ഒരു വാരം കാണിക്കുന്നുണ്ട് വൃശ്ചികക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക്. അതുപോലെ തന്നെ വീട് പണിയുമായി ബന്ധപ്പെട്ട് ഉചിതമായ തീരുമാനങ്ങൾ എടുക്കാൻ പറ്റിയ നല്ലൊരു വാരമാണ്. കുടുംബത്ത് ശാന്തിയും സമാധാനവും ഐശ്വര്യം നിലനിൽക്കുന്നതാണ്. ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്ന വൃശ്ചികക്കൂർ നക്ഷത്രക്കാർക്ക് നല്ല തീരുമാനങ്ങൾ എടുക്കാൻ പറ്റിയ ഒരു വാരം. പ്രത്യേകിച്ച് ബിസിനസ് സംബന്ധമായിട്ടുള്ള എക്സ്പാൻഷൻ, പുതിയതായിട്ട് ബിസിനസ് തുടങ്ങാൻ പ്ലാൻ ചെയ്യുന്നവർക്ക് നല്ല ദൈവാധീനമുള്ള ഒരു വാരമാണ്. അതുപോലെ തന്നെ ഫിനാൻഷ്യൽ ഇൻവെസ്റ്റ്മെന്റ്സ്, അങ്ങനെയുള്ള ഫിനാൻഷ്യൽ പ്ലാനിങ് കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്യുന്നവർക്കും ഉചിതമായ തീരുമാനങ്ങൾ എടുക്കാൻ പറ്റിയ നല്ലൊരു വാരം. വൃശ്ചികക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർ ആരോഗ്യപരമായി പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ സാമ്പത്തികപരമായിട്ട് കൂടുതൽ പ്ലാനിങ്ങോട് കൂടി മാത്രം മുൻപോട്ട് പോവുക. അങ്ങനെയുള്ള പണം കടം കൊടുക്കൽ, അതൊക്കെയുള്ള കാര്യങ്ങളൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കുക. ധനപരമായി അങ്ങനെയുള്ള നഷ്ടങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുള്ളതുകൊണ്ട് ഫിനാൻഷ്യൽ കാര്യങ്ങൾ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് മുൻപോട്ട് പോകേണ്ടതാണ്. അടുത്തത് ധനുക്കൂറിൽ വരുന്ന നക്ഷത്രക്കാരുടെ അടുത്ത ഒരാഴ്ചത്തെ ഫലം നമുക്ക് നോക്കാം. ധനുക്കൂറിൽ വരുന്ന നക്ഷത്രക്കാരായ മൂലം, പൂരാടം, ഉത്രാടം, കാൽഭാഗം. ധനുക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് ഹനുമാൻ സ്വാമിയുടെ അനുഗ്രഹം നിറഞ്ഞു നിൽക്കുന്ന നല്ലൊരു വാരമായിട്ടാണ് കവടി പ്രശ്നത്തിൽ ഞാൻ കണ്ടത്. ഇതുമായി ബന്ധപ്പെട്ടൊരു വീഡിയോ ഞാൻ ആൾറെഡി ചെയ്തിട്ടുണ്ട്. അതായത് കർക്കിടകക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്കും ധനുക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്കും ഈ മകരമാസത്തിൽ ഉടനീളം ഹനുമാൻ സ്വാമിയുടെ അനുഗ്രഹം നിറഞ്ഞു നിൽക്കുന്ന ഒരു മാസമാകും. ധനുക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് ശത്രുപരമായിട്ടുള്ള തടസ്സങ്ങളെല്ലാം പൂർണ്ണമായിട്ടും മാറി നിൽക്കുന്നതാണ്. ജോലി അന്വേഷിക്കുന്നവർക്ക് നല്ല ദൈവാധീനം ഉണ്ടാവും. അതുപോലെ തന്നെ ജോലി സംബന്ധമായിട്ടുള്ള തടസ്സങ്ങളെല്ലാം പൂർണ്ണമായിട്ടും മാറി നിൽക്കുന്ന നല്ല ഒരു വാരമാകും വരാൻ പോകുന്നത്. കുടുംബത്ത് ശാന്തിയും സമാധാനവും ഐശ്വര്യവും നിലനിൽക്കുന്നതാണ്. ആരോഗ്യപരമായി വളരെ തൃപ്തികരമായിരിക്കും. ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്ന ധനുക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് നല്ല ദൈവാധീനം ഉണ്ടാവും. പ്രത്യേകിച്ച് പുതിയതായിട്ട് ബിസിനസ് തുടങ്ങാൻ പ്ലാൻ ചെയ്യുന്നവർക്കും അതുപോലെ ബിസിനസ് സംബന്ധമായിട്ടുള്ള ബിസിനസ് എക്സ്പാൻഷൻ, അതുപോലെ ഫിനാൻഷ്യൽ ഇൻവെസ്റ്റ്മെന്റ്സ് കാര്യങ്ങൾക്കൊക്കെ പ്ലാൻ ചെയ്യുന്നവർക്കും നല്ല രീതിയിലുള്ള ദൈവാധീനമുള്ള ഒരു വാരമാണ് ധനുക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് കാണിക്കുന്നത്. വിദ്യാർത്ഥികൾക്ക് നല്ല അനുഗ്രഹമുള്ള, പ്രത്യേകിച്ച് ഹനുമാൻ സ്വാമിയുടെ അനുഗ്രഹവും സരസ്വതി ദേവിയുടെ അനുഗ്രഹവും നിറഞ്ഞു നിൽക്കുന്ന നല്ലൊരു വാരമാണ്. അതുകൊണ്ട് തന്നെ കോമ്പറ്റേറ്റീവ് എക്സാംസിന് പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികളും ചെറിയ ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികളാണെങ്കിലും അതുപോലെ വിദേശത്ത് ഹയർ സ്റ്റഡീസിന് പുറത്തേക്ക് പോകാൻ പ്ലാൻ ചെയ്യുന്ന കുട്ടികളാണെങ്കിലും നല്ല ദൈവാധീനമുള്ള ഒരു വാരമാകും ധനുക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക്. ആരോഗ്യപരമായി വളരെ അനുകൂലമായിട്ടുള്ള വാരമാകും ധനുക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക്. സാമ്പത്തിക ക്രയവിക്രയങ്ങൾ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് മുൻപോട്ട് പോവുക. പ്രത്യേകിച്ച് ഫിനാൻഷ്യൽ ഇൻവെസ്റ്റ്മെന്റ്സ് കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്യുമ്പോൾ നല്ല രീതിയിൽ പ്ലാൻ ചെയ്തതിന് ശേഷം മാത്രം ഒരു തീരുമാനം എടുക്കുക. ബാക്കി കാര്യങ്ങളെല്ലാം അനുകൂല സ്ഥാനത്താണ് ധനുക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക്. അടുത്തതായി മകരക്കൂറിൽ വരുന്ന നക്ഷത്രക്കാരുടെ അടുത്ത ഒരാഴ്ചത്തെ ഫലം നമുക്ക് നോക്കാം. മകരക്കൂറിൽ വരുന്ന നക്ഷത്രക്കാരായ ഉത്രാടം മുക്കാൽ ഭാഗം, തിരുവോണം, അവിട്ടം പകുതി. മകരക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് ബുധ ആദിത്യ യോഗം ഉള്ളത് കൊണ്ട് തന്നെ ഈ ഒരു വാരം വളരെ അനുകൂലമായിട്ടുള്ള ഒരു വാരമാകും. പ്രത്യേകിച്ച് ശത്രു തടസ്സങ്ങൾ പൂർണ്ണമായിട്ടും മാറി നിൽക്കുന്നതാണ്. ജോലി അന്വേഷിക്കുന്നവർക്ക് വളരെ അനുകൂലമായിട്ടുള്ള ഒരു വാരമാകും മകരക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക്. ശനീശ്വരൻ അനുഗ്രഹ സ്ഥാനത്തായതുകൊണ്ട് തന്നെ ശനി സംബന്ധമായിട്ടുള്ള പൂർണ്ണമായിട്ടുള്ള അനുഗ്രഹത്തോടു കൂടി ജോലിയിലുള്ള ഉയർച്ച, അങ്ങനെ ട്രാൻസ്ഫർ റിക്വസ്റ്റ് കാര്യങ്ങളൊക്കെ കൊടുത്തവർക്ക് വളരെ അനുകൂലമായിട്ടുള്ള തീരുമാനങ്ങൾ ഉണ്ടാകുന്ന നല്ലൊരു വാരമായിട്ടാണ് മകരക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് കാണിക്കുന്നത്. വിദ്യാർത്ഥികൾക്ക് നല്ല ദൈവാധീനം ഉണ്ടാവും. പ്രത്യേകിച്ച് ഹയർ സ്റ്റഡീസിന് പുറത്തേക്ക് പോകാൻ പ്ലാൻ ചെയ്യുന്ന വിദ്യാർത്ഥികൾക്കാണേലും അതുപോലെ തന്നെ കോമ്പറ്റേറ്റീവ് എക്സാംസ് റിലേറ്റഡ് കാര്യങ്ങൾ ഒക്കെ പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികൾക്കാണേലും നല്ല രീതിയിലുള്ള ദൈവാധീനം ഉണ്ടാവും മകരക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക്. ആദിത്യ മന്ത്രം ജപിക്കുന്നത് വളരെ ഉത്തമമാണ്. അതായത് ജപാകുസുമ സങ്കാശം കാശ്യപേയ മഹാദിത്യം തമോരും സർവപാപഗ്നം പ്രണതോസ്മി ദിവാകരം. ആദിത്യ മന്ത്രം ജപിക്കുന്നതും ബുധ മന്ത്രം ജപിക്കുന്നതും വളരെ ഉത്തമമാണ്. പ്രിയാങ്കു ഗലികാശ്യാമം രൂപേണ പ്രതിമം ബുധം സൗമ്യം സൗമ്യ ഗുണോപേതം തം ബുധം പ്രണമാമ്യഹം. നല്ല രീതിയിലുള്ള ബുധ ആദിത്യ യോഗം ഉള്ളത് കൊണ്ട് തന്നെ ഭാഗ്യപരമായി വളരെ അനുകൂലമായിട്ടുള്ള സ്ഥാനത്താണ്. പ്രത്യേകിച്ച് ഫിനാൻഷ്യൽ ഇൻവെസ്റ്റ്മെന്റ്സ് കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്യുന്നവർക്ക് മകരക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് നല്ല ദൈവാധീനം ഉണ്ടാവും. ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് നല്ല ദൈവാധീനമുണ്ട്. പ്രത്യേകിച്ച് ബിസിനസ് സംബന്ധമായിട്ടുള്ള ബിസിനസ് എക്സ്പാൻഷൻ, പുതിയതായിട്ട് ബിസിനസ് തുടങ്ങാൻ പ്ലാൻ ചെയ്യുന്നവർക്കും മകരക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് നല്ല ദൈവാധീനമുണ്ട്.
കുടുംബത്ത് ശാന്തിയും സമാധാനവും ഐശ്വര്യവും നിലനിൽക്കുന്ന നല്ലൊരു വാരമാണ്. പക്ഷെ ആരോഗ്യപരമായി ഹെൽത്ത് വൈസ് ഒന്ന് ശ്രദ്ധിക്കണം. പുറത്തു നിന്നുള്ള ഭക്ഷണം നല്ല രീതിയിൽ നിയന്ത്രിക്കുക. പ്രത്യേകിച്ച് പരിചയമില്ലാത്ത ഭക്ഷണം കഴിക്കുമ്പോൾ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ആരോഗ്യപരമായി നടുവിന് ഉണ്ടാകുന്ന അസ്വസ്ഥത, തലയ്ക്ക് ഉണ്ടാകുന്ന അസ്വസ്ഥതകൾ, അതുപോലെ തന്നെ കാൽമുട്ടിനുള്ള അസ്വസ്ഥതകൾ, അങ്ങനെയുള്ള ഹെൽത്ത് റിലേറ്റഡ് ഇഷ്യൂസ് ഉണ്ടാകാനുള്ള സാധ്യത മകരക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് കാണിക്കുന്നതാണ്. പ്രത്യേകം ശ്രദ്ധിക്കുക. ഭാഗ്യപരമായി വളരെ അനുകൂല സ്ഥാനത്താണ്. അതുപോലെ വിവാഹം ആലോചിക്കുന്നവർക്കും ഉചിതമായ തീരുമാനങ്ങൾ എടുക്കാൻ പറ്റിയ നല്ലൊരു വാരമായിട്ടാണ് മകരക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് കാണിക്കുന്നത്. അടുത്തത് കുംഭക്കൂറിൽ വരുന്ന നക്ഷത്രക്കാരുടെ അടുത്ത ഒരാഴ്ചത്തെ ഫലം നമുക്ക് നോക്കാം. കുംഭക്കൂറിൽ വരുന്ന നക്ഷത്രക്കാരായ അവിട്ടം പകുതി, ചതയം, പൂരുരുട്ടാതി മുക്കാൽ ഭാഗം. കുംഭക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് ഔദ്യോഗികപരമായി ചെറിയ തടസ്സങ്ങൾ ഉടലെടുക്കാനുള്ള സാധ്യത ഈ ഒരു വാരം കാണിക്കുന്നുണ്ട്. ജോലി അന്വേഷിക്കുന്നവർക്കും ചെറിയ തടസ്സം നേരിടാനുള്ള സാധ്യതകൾ ഈ ഒരു വാരം തുടക്കത്തിൽ കാണിക്കുന്നതാണ്. ബുധനാഴ്ച വരെ ഇങ്ങനെയുള്ള തടസ്സം നേരിടാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ വിഘ്നേശ്വര പ്രീതി അത്യാവശ്യമാണ്. ഹനുമാൻ സ്വാമിയെ പ്രാർത്ഥിക്കുക. അതുപോലെ വിഷ്ണു സഹസ്രനാമം ജപിക്കുന്നതും വളരെ ഉത്തമമാണ്. ശത്രുപരമായിട്ടുള്ള തടസ്സം ഉണ്ടാകാനുള്ള സാധ്യതകൾ, പ്രത്യേകിച്ച് നിങ്ങളുടെ സംസാരം നിമിത്തം സംസാരത്തിലുള്ള മിതത്വ ഭാവം വളരെ അത്യാവശ്യമാണ്. ഇല്ലെങ്കിൽ അങ്ങനെ ശത്രുപരമായിട്ടുള്ള തടസ്സങ്ങൾ ഉടലെടുക്കാനുള്ള സാധ്യതയും കുംഭക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് കാണിക്കുന്നതാണ്. പ്രത്യേകം ശ്രദ്ധിക്കുക. ആരോഗ്യപരമായി തൃപ്തികരമായിട്ടുള്ള ഒരു വാരമായിട്ടാണ് കുംഭക്കൂർ നക്ഷത്രക്കാർക്ക് കാണിക്കുന്നത്. ഫിനാൻഷ്യൽ ഇൻവെസ്റ്റ്മെന്റ്സിന് പ്രത്യേകം ശ്രദ്ധിക്കണം. സാമ്പത്തിക ക്രയവിക്രയങ്ങളിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ട ഒരു വാരമായിട്ടാണ് കാണിക്കുന്നത്. പാഴ്ചെലവ് കൂടി നിൽക്കാനുള്ള സാധ്യത കുംഭക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് കാണിക്കുന്നുണ്ട്. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും പുതിയതായിട്ട് ബിസിനസ് തുടങ്ങാൻ പ്ലാൻ ചെയ്യുന്നവർക്കും ബിസിനസ് റിലേറ്റഡ് എക്സ്പാൻഷൻ കാര്യങ്ങൾക്ക് പ്ലാൻ ചെയ്യുന്നവർക്കും നല്ല രീതിയിലുള്ള തീരുമാനങ്ങൾ എടുക്കാൻ പറ്റിയ ഒരു വാരമാകും കുംഭക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക്. കുടുംബത്ത് ശാന്തിയും സമാധാനവും ഐശ്വര്യം നിലനിൽക്കുന്ന നല്ലൊരു വാരമാണ്. വിദ്യാർത്ഥികൾക്ക്, പ്രത്യേകിച്ച് ഹയർ സ്റ്റഡീസിന് പുറത്തേക്ക് പോകാൻ പ്ലാൻ ചെയ്യുന്ന കുട്ടികൾക്കാണെങ്കിലും അതുപോലെ കോമ്പറ്റേറ്റീവ് എക്സാംസിന് പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികളും അതുപോലെ ചെറിയ ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾക്കാണെങ്കിലും നല്ല ദൈവാധീനമുള്ള ഒരു വാരമാകും കുംഭക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക്. സാമ്പത്തിക ക്രയവിക്രയങ്ങളിലുള്ള കൂടുതൽ ശ്രദ്ധ അത്യാവശ്യമാണ്. അതുപോലെ വാഹനം ഓടിക്കുന്നവര് പ്രത്യേകം ശ്രദ്ധിക്കണം. അശ്രദ്ധ നിമിത്തമുള്ള അങ്ങനെയുള്ള അപകട സാധ്യതകൾ ഒഴിവാക്കുക. അങ്ങനെയുള്ള കാര്യങ്ങൾ ഉള്ളതാണ്. അത് പ്രത്യേകം ശ്രദ്ധിച്ച് തന്നെ മുൻപോട്ട് പോകേണ്ടത് അത്യാവശ്യമാണ്. അടുത്തതായി മീനക്കൂറിൽ വരുന്ന നക്ഷത്രക്കാരുടെ അടുത്ത ഒരാഴ്ചത്തെ ഫലം നമുക്ക് നോക്കാം. മീനക്കൂറിൽ വരുന്ന നക്ഷത്രക്കാരായ പൂരുരുട്ടാതി കാൽഭാഗം, ഉത്തരട്ടാതി രേവതി നക്ഷത്രം. മീനക്കൂർ നക്ഷത്രക്കാർക്ക് ആരോഗ്യപരമായിട്ടുള്ള ചെറിയ ക്ലേശങ്ങൾ ഉടലെടുക്കാനുള്ള സാധ്യതകൾ കാണിക്കുന്നുണ്ട്. ഉദര സംബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ, കാലിന് ഉണ്ടാകുന്ന അസ്വസ്ഥത, അതുപോലെ തന്നെ ബാക്ക് പെയിൻ, അങ്ങനെയുള്ള ആരോഗ്യ ക്ലേശങ്ങൾക്കുള്ള സാധ്യത ഈ ഒരു വാരം കാണിക്കുന്നതാണ്. ജോലി അന്വേഷിക്കുന്നവർക്ക് ചെറിയ തടസ്സം നേരിടാനുള്ള സാധ്യത മീനക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് കാണിക്കുന്നുണ്ട്. ശനീശ്വര പ്രീതി അത്യാവശ്യമാണ്. ശനീശ്വര മന്ത്രം ജപിച്ച് മുൻപോട്ട് പോകുക. നീലാഞ്ജന സമാഭാസം, രവിപുത്രം യമാഗ്രജം, ഛായ മാർത്താണ്ഡ സംഭൂതം, തം നമാമി ശനീശ്വരം. ശനീശ്വര മന്ത്രം ജപിക്കുന്നതും അതുപോലെ തന്നെ അയ്യപ്പ സ്വാമിയെ പ്രാർത്ഥിക്കുന്നതും അയ്യപ്പ മന്ത്രം ജപിക്കുന്നതും ഹനുമാൻ സ്വാമിയെ പ്രാർത്ഥിക്കുന്നതും വളരെ ഉത്തമമാണ്. മീനം കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് ജോലി അന്വേഷിക്കുന്നവർക്ക് ചെറിയ തടസ്സം നേരിടാനുള്ള സാധ്യതയുണ്ട്. ഔദ്യോഗികപരമായി ജോലിയിൽ വർക്ക് ഉള്ളവർക്ക് അങ്ങനെയുള്ള തടസ്സങ്ങളെല്ലാം മാറി നിൽക്കുന്ന നല്ലൊരു വാരമാണ്. പ്രത്യേകിച്ച് ജോലിയിൽ ഉദ്ദേശിച്ച രീതിയിലുള്ള വർക്ക് ഔട്ട്പുട്ടിലേക്ക് എത്തിച്ചേരാൻ സഹായകരമാകുന്ന നല്ല ദൈവാധീനമുള്ള ഒരു വാരമാകും മീനക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക്. കുടുംബത്തെ ചെറിയ അസ്വസ്ഥതകൾ, പ്രത്യേകിച്ച് ദമ്പതികൾക്കിടയിൽ അങ്ങനെയുള്ള സൗന്ദര്യ കലഹം, അങ്ങനെയുള്ള വാക്ക് തർക്കത്തിനുള്ള സാധ്യതകൾ കാണിക്കുന്നുണ്ട്. പ്രത്യേകം ശ്രദ്ധിക്കുക. വാഹനം എടുക്കാൻ പ്ലാൻ ചെയ്യുന്നവർക്ക് ചെറിയ തടസ്സം നേരിടാനുള്ള സാധ്യത ഈ ഒരു വാരം കാണിക്കും. പ്രത്യേകം ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ വീട് പണിയുമായി ബന്ധപ്പെട്ട് ഉചിതമായ തീരുമാനങ്ങൾ എടുക്കാൻ പറ്റിയ നല്ലൊരു വാരമാകും. സാമ്പത്തിക ക്രയവിക്രയങ്ങൾ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കണം. പ്രത്യേകിച്ച് സാമ്പത്തികപരമായിട്ട് പണം കടം കൊടുക്കുന്ന പ്രത്യേകം നിയന്ത്രിക്കുക. അതുപോലെ തന്നെ ഫിനാൻഷ്യൽ ഇൻവെസ്റ്റ്മെന്റ്സിന് ഈ ഒരു വാരം അത്ര അനുകൂലമാവില്ല മീനക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക്. ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് നല്ല സമയമാണ്. പുതിയതായിട്ട് ബിസിനസ് തുടങ്ങാൻ പ്ലാൻ ചെയ്യുന്നവർക്കും ബിസിനസ് റിലേറ്റഡ് എക്സ്പാൻഷൻ കാര്യങ്ങൾക്ക് തീരുമാനമെടുക്കാനും പറ്റിയ നല്ലൊരു വാരമാണ്. പക്ഷെ ഫിനാൻഷ്യൽ ഇൻവെസ്റ്റ്മെന്റ്സിന് ഈ ഒരു വാരം അത്ര അനുകൂലമാവില്ല. അത് പ്രത്യേകം ശ്രദ്ധിച്ച് മുൻപോട്ട് പോവുക. ശത്രുപരമായിട്ടുള്ള തടസ്സങ്ങൾ പൂർണ്ണമായിട്ടും മാറി നിൽക്കുന്നതാണ്. ശത്രു തടസ്സങ്ങൾ മാറി നിൽക്കുന്നതാണ്. അതുപോലെ തന്നെ ആരോഗ്യപരമായി പുറത്തു നിന്നുള്ള ഭക്ഷണം നിയന്ത്രിക്കേണ്ടതും അത്യാവശ്യമാണ്. പരിചയമില്ലാത്ത ഭക്ഷണ നിമിത്തമുള്ള ആരോഗ്യ ക്ലേശങ്ങൾ അങ്ങനെയുള്ള സാധ്യതകൾ മീനക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് കാണിക്കുന്നുണ്ട്. അതുപോലെ കുടുംബത്ത് മാതാവിനും ആരോഗ്യപരമായിട്ടുള്ള ക്ലേശങ്ങൾക്കുള്ള സാധ്യത കാണിക്കുന്നുണ്ട്. അത് പ്രത്യേകം ശ്രദ്ധിച്ച് തന്നെ മുൻപോട്ട് പോവുക. വിദ്യാർത്ഥികൾക്ക് അനുകൂലമായിട്ടുള്ള വാരമാണ്. പ്രത്യേകിച്ച് കോമ്പറ്റേറ്റീവ് എക്സാംസിന് പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികളാണെങ്കിലും ഹയർ സ്റ്റഡീസിന് പുറത്തേക്ക് പോകാൻ പ്ലാൻ ചെയ്യുന്നവരും അതുപോലെ വിസ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ എക്സ്പെക്ട് ചെയ്തിരിക്കുന്നവർക്കും നല്ല ദൈവാധീനമുള്ള ഒരു വാരമാകും മീനക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക്. ഇത്രയുമാണ് 27 നക്ഷത്രക്കാരുടെ അടുത്ത ഒരാഴ്ചത്തെ ഫലം. എന്റെ ആസ്ട്രോളജി റിലേറ്റഡ് ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ വലിയൊരു അഭിപ്രായം കമന്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക.
എന്റെ പൂജാ പ്രാർത്ഥനയിൽ നിങ്ങളെ കൂടി ഉൾപ്പെടുത്തി പ്രാർത്ഥിക്കണമെങ്കിൽ പേര്, നക്ഷത്രം, ജീവിതത്തിൽ അനുഭവിക്കുന്ന ക്ലേശങ്ങൾ, ബുദ്ധിമുട്ട് എന്താണ്, അതുകൂടി ഈ വീഡിയോയുടെ കമന്റ് ബോക്സിൽ ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്യുക. അതുപോലെ തന്നെ ഒരു കാര്യം കൂടി, എന്റെ കബഡി പ്രശ്നത്തില്, ജീവിത പ്രശ്നങ്ങൾക്ക് അങ്ങനെ കബഡി പ്രശ്നത്തിലൂടി പരിഹാരത്തിന് താല്പര്യമുള്ളവർക്ക് ജസ്റ്റ് എന്റെ വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ച് ബുക്ക് ചെയ്യാവുന്നതാണ്. ഓൺലൈൻ കൺസൾട്ടേഷൻ ഫെസിലിറ്റി ഉള്ളതാണ്. എല്ലാവർക്കും നന്മയും ഐശ്വര്യവും നേരുന്നു. നല്ല ഒരു വാരം നേർന്നുകൊണ്ട് നന്ദി, നമസ്കാരം.